അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊച്ചിൻ സ്റ്റൈല് ഇറച്ചിച്ചോറാട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. കുറേ നാളായി ഇറച്ചിച്ചോറ് കഴിച്ചിട്ട്. കൊച്ചിയിലെ കായ്ക്കാൻ്റെ കടയിലെ ഇറച്ചിച്ചോറൊക്കെ നല്ല ഫേമസ് ആണല്ലോ. ഇനിയിപ്പോൾ ഇറച്ചിച്ചോറ് കഴിക്കാൻ കൊച്ചിയിലോട്ട് പോകാൻ പറ്റില്ല, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ കൊച്ചാപ്പാടെ മോളാട്ടോ. എന്തായാലും നമുക്ക് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ഇറച്ചി കേട്ടോ ഇവിടെ എടുത്തേക്കണത്. ഒരു 5-6 ആളുകൾക്ക്, ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും അത് ധാരാളം മതി. 1/2 കിലോ ഇറച്ചി, ഒരു 3/4 കിലോ ചോറും അരി എടുത്തിട്ട് ആദ്യം ഇറച്ചി നന്നായിട്ട് കഴുകി ഇറച്ചി കുക്കറിലിട്ടിട്ട് അതിലേക്ക് പച്ചമസാല എന്ന് പറയും, അതായത് സവാള, ഒരു 3 സവാള, ഒരു 5 പച്ചമുളക്, 2 തക്കാളി, മുളക് പൊടി ഇടണ്ടെന്നാണ് പറഞ്ഞത്, പക്ഷെ ഞാൻ ഇട്ടു. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല ഒരു നുള്ള് പേരിന്, പിന്നെ പുതിനയില, മല്ലിയില, ഇതൊക്കെ ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി യോജിപ്പിക്കണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ചുമ്മാ കുഴച്ച് വെച്ചാൽ ശരിയാവില്ല. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കൈകൊണ്ട് പുകയും, നമ്മുടെ പച്ചമുളകൊക്കെ തിരുമണ കാരണം പുകയും. ഇതിലേക്ക് മുളക് പൊടി ഇടരുതെന്ന് കേട്ടോ, ഞാൻ കുറച്ച് ഇട്ടു എന്നുള്ളൂ. അത് കഴിഞ്ഞ് അത് ഒരു 8 വിസിൽ വരെ അടിച്ച് ഞാൻ മാറ്റി വെച്ചു. എൻ്റെ ഇറച്ചി വേണമെങ്കിൽ 8 വിസിൽ അടിക്കണം കേട്ടോ. ഇത് വേറൊരു കുക്കറിലേക്ക് അരി വേവിക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൂട്ടുകളൊക്കെ കരയാമ്പൂ, കുരുമുളക്, ഏലക്ക, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇട്ട്, പെരിഞ്ജീരകം ഒക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തത്. അതിന് വേണ്ടിയിട്ട് ഒരു 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. ആ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ട് ഈ അരി അതിലേക്കിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചു. അതിന് ശേഷം അത് ആവിയെല്ലാം പോകാനായിട്ട് മാറ്റി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ഇറച്ചി വെന്തിട്ടുണ്ട്. അത് നമ്മൾ വേറൊരു കടായി എടുത്തിട്ട് ഈ വെന്ത ഇറച്ചി നമ്മൾ ആ കടായിലേക്ക് മാറ്റിയിട്ട്, അപ്പോൾ നമ്മൾ ഇറച്ചി അടുപ്പത്ത് വയ്ക്കുമ്പോൾ ഒരു തരി പോലും വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ടായില്ല കേട്ടോ. പക്ഷേ ഇറച്ചി വെന്ത് കഴിഞ്ഞപ്പോൾ അതിലാവശ്യത്തിന് വെള്ളമായി. അങ്ങനെ ആ ചെരുവത്തിലേക്ക് മാറ്റിയിട്ട് അപ്പോഴേക്കും ചോറും വെന്തു. ഇതാണ് ചെരുവം. ഇതിലേക്ക് നമ്മൾ ആ വേവിച്ച ഇറച്ചി ഇതുപോലെ ആയിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒന്നുമില്ലാണ്ട് തന്നെ നമുക്ക് കറിയായിട്ട് കൂട്ടാം. പക്ഷേ ഇത് നന്നായിട്ട് അത്രയും വെള്ളമുണ്ട്, ഒട്ടും വെള്ളം വെക്കാണ്ട് തന്നെ അതിലത്രയുണ്ട്. പിന്നെ മെയിൻ മാഗി ക്യൂബ്സ് അവിടെ ഇരുന്നത് കൊണ്ട് ഞാൻ ഇട്ടതാട്ടോ, കുറച്ച് ടേസ്റ്റിന്. വേറെ മസാലകളൊന്നും ഇതിലിടുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന മാഗി ക്യൂബ്സ് ഞാൻ 2 അതിലേക്ക് ഇട്ടു. എന്നിട്ട് ആ ചോറ് അപ്പോഴേക്കും ആവി പോയി കഴിഞ്ഞിട്ടുണ്ടായി, ഒരു വിസിലടിച്ചിട്ട്. അത് നമ്മൾ ആ ചോറ് ഈ കൂട്ടിലേക്ക്, ഈ ഇറച്ചിയിലേക്ക് തട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് അതാണ് ആ ഇറച്ചിയുടെ മസാലയുമായിട്ട് ഈ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്താലാണ് അതിൻ്റെ രുചി ഇറങ്ങുള്ളൂ. അപ്പോൾ നമുക്ക് ഇറച്ചി കുറവാണ് എന്നാൽ 5-6 പേർക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇത് സൂപ്പർ സംഭവമാട്ടോ ഇറച്ചിച്ചോറ്. കൊച്ചി ഭാഗത്തൊക്കെ ഫേവറേറ്റാണ് ഇറച്ചിച്ചോറ്. നല്ല ടേസ്റ്റുമാണ് ഇറച്ചിച്ചോറ്. സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റുന്ന സാധനമാണ്. അപ്പോൾ എനിക്ക് വലിയ ഇഷ്ടം കേട്ടോ. പക്ഷേ നമ്മളിപ്പോൾ ഇത് കഴിക്കാൻ കൊച്ചിയിൽ പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം അടിപൊളിയായിരുന്നു. ഇപ്പോൾ ഇത്തിരി വെള്ളം ഇതിലുണ്ട്, ഇറച്ചിയുടെ വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ നമ്മളതായിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് വീണ്ടും ഒരു പിടി പുതിനയിലയും മല്ലിയിലയും, ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും, ഒരു ശകലം ഗരം മസാലയും കൂടി ഇട്ട്, ഗരം മസാല കേട്ടോ, അത് കളർ അങ്ങനെയാണ് കാണുന്നത്, അതും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. അതിൻ്റെ മുകളിൽ ദമ്മിട്ട് വെക്കുക എന്ന് പറഞ്ഞ അരി ഞാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ്. അപ്പോൾ നമ്മൾ കുക്കറിൽ ആവശ്യത്തിന് അരി വെന്തില്ലെങ്കിൽ തന്നെയും
മുക്കാ വേവായിട്ടുണ്ടാവുള്ളൂ. ഇതിപ്പോൾ ഫുൾ വേവാവും അങ്ങനെ ദമ്മിട്ട് വയ്ക്കുമ്പോൾ. എന്നിട്ടൊരു 5-10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ഇതാട്ടോ അവസ്ഥ. നല്ല മണം വരുമായിരുന്നു. നമുക്ക് കഴിക്കാൻ തോന്നുന്ന മണം അപ്പോൾ തന്നെ വരും, പ്രത്യേകിച്ച് ഒരു മസാലയും ചേർത്തിട്ടില്ലെങ്കിൽ പോലും. അങ്ങനെ നമ്മൾ എപ്പോഴത്തെയും ഫുഡ് ടേസ്റ്റ് ചെയ്യാനായിട്ട് ഔഫുമാണ് ഇരിക്കുന്നത്. ഔഫിന് മണടിച്ചപ്പോൾ തന്നെ ഇഷ്ടമായിട്ട് ഓടി വന്നിരുന്നതാണ്. പുറകെ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. ടേസ്റ്റായിട്ട് നമ്മളിത് ചോദിച്ചിട്ട് പറയണല്ല കേട്ടോ, ഇങ്ങോട്ട് പറയുകയാണ്. അവർക്കത് ശീലമായി നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും ഇരുന്ന് കഴിക്കുകയാണ്. ഞാനും കഴിച്ചു. മാഷാ അല്ലാ, നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.